ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം വിശുദ്ധവാരം ബുധനാഴ്ച നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത യേശുനാഥനെ ഒറ്റിക്കൊടുക്കുന്നതിനെ കുറിച്ചാണ് സുവിശേഷം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. സുവിശേഷത്തിലെ വളരെ മർമ്മപ്രധാനമായ ഒരു ചോദ്യം ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. തന്നെ ഒരാൾ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുനാഥൻ പറയുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ചോദിക്കുന്നുണ്ട്, അത് ഞാനാണോ? അപ്പോൾ യൂദാസും യേശുനാഥനോട് ചോദിക്കുകയാണ്, ഗുരു അത് ഞാനാണോ? ഈ ഒരു ചോദ്യം ഇന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അത് ഞാനാണോ? കാരണം ഈ 12 പേര് യേശുനാഥൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ അവൻ ഒത്തിരിയധികം സ്നേഹിച്ച് അവൻ്റെ കൂടെ കൊണ്ടു നടന്ന് അവനോടൊപ്പം ആയിരിക്കുവാനും അയക്കപ്പെടുവാനും വിളിക്കപ്പെട്ടവരാണ്. അതായത് പിതാവായ ദൈവം യേശുനാഥനെ അയച്ചതുപോലെ യേശുനാഥനെ അയച്ചവരാണ് ഈ ശിഷ്യന്മാർ. യേശുനാഥൻ അവരെ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്നു. കാരണം ഇവരുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങി അവിടെ നിന്ന് ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ വചനത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, താൻ സ്നേഹിച്ചവരെ അവൻ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു എന്നാണ്. അപ്പം അവരെ യേശുനാഥൻ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്നു. മാത്രമല്ല ശിഷ്യന്മാരോട് യേശുനാഥൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്, ഇനിമായി നിങ്ങൾ ദാസന്മാരോ ഞാൻ യജമാനനോ അല്ല, നിങ്ങൾ സ്നേഹിതരാണ്. അപ്പോൾ ഈ സ്നേഹത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം യൂദാസ് ഒറ്റിക്കൊടുത്തതിന് ശേഷവും യേശുനാഥൻ യൂദാസിനെ വിളിക്കുന്നത് സ്നേഹിത ചുംബനം കൊണ്ട് നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ അവൻ്റെ സ്നേഹത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. മാറ്റം സംഭവിച്ചത് നമ്മുടെ സ്നേഹത്തിനാണ്. ഈ 12 പേരിൽ ഒരുവനാണ് നാം. നമ്മളോടുള്ള ചോദ്യവും ഇതാണ്, ഈ ഒറ്റിക്കൊടുക്കുന്നവനാണോ നാം? ഈ ജീവിത സാഹചര്യങ്ങളിൽ യൂദാസ് ഒത്തിരി അധികം അവഗണനകൾ യേശുനാഥന് നൽകുകയാണ്. അവൻ്റെ ജീവിതത്തിൽ യേശുനാഥനെ ആകപ്പാടെ അവഗണിച്ച് അവൻ പ്രാധാന്യം നൽകിയത് പണത്തിനും സമ്പത്തിനുമാണ്. യേശുനാഥനെ സ്നേഹിച്ചവരെ പോലും അവൻ ഒരുപക്ഷെ കുറ്റം വിധിക്കുന്നുണ്ട്. കാരണം അവൻ യേശുനാഥനെ സ്നേഹത്തിൻ്റെ ഒരു തരിക പോലും യേശുനാഥനോട് അവൻ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ലാസറിൻ്റെ ഭവനത്തിൽ വെച്ച് യേശുനാഥൻ്റെ കാൽപാദങ്ങളിൽ ആ തൈലം ഒഴിച്ച സ്ത്രീയെ പോലും അവൻ സംശയത്തോടെയാണ് നോക്കുന്നത്. അവൻ ചോദിക്കുന്നത് എന്തിനാണ് പാഴാക്കുന്നതെന്നാണ്. കാരണം അവൾ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു തരിമ്പ് പോലും യൂദാസിൽ അവശേഷിക്കുന്നില്ല. അപ്പോൾ സുവിശേഷം എന്നോടും ചോദിക്കുന്ന ഇതാണ്, ഞാനും എന്തിനൊക്കെയോ വേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കുന്നവനാണോ, യേശുവിനെ എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കുന്നവനാണോ എന്ന്. യൂദാസിന് ഒത്തിരിയധികം അവസരങ്ങൾ യേശുനാഥൻ നൽകിയിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ ആ അവസരങ്ങളെല്ലാം അവൻ പാഴാക്കി കളഞ്ഞു. കാരണം പണത്തിന് ആർത്തി ഉണ്ടായിരുന്ന അവൻ്റെ പക്കൽ തന്നെയാണ് പണം സൂക്ഷിക്കാൻ യേശുനാഥനെ ഏൽപ്പിച്ചത്. അത് അവനോടുള്ള വിശ്വസ്തതയാണ് സൂചിപ്പിക്കുന്നത്. യേശുനാഥൻ അവനെ വിശ്വസിച്ചിരുന്നു, പക്ഷേ അവൻ മാറാൻ തയ്യാറായില്ല. അപ്പോൾ എൻ്റെയും ജീവിതത്തിൽ ഈ ഒരു ചോദ്യമാണ്, ഞാൻ ആ ഒരാളിൽ ഒരുവനാണോ? യേശുനാഥനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ആണോ ഞാൻ? ഗുരു അത് ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ ശിഷ്യന്മാരും ചോദിച്ചു, അവരാരും യേശുനാഥനെ ഒറ്റിക്കൊടുത്തില്ല. പക്ഷേ യൂദാസ് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്, ഞാനാണോ ഗുരു? അത് യേശുനാഥനെ കബളിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അവൻ്റെ മുമ്പിൽ നമുക്ക് ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ലല്ലോ. വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവൻ എല്ലാവരുടെ ഉള്ളിൽ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞാനും ഈ പെസഹായ്ക്ക് ഒരുങ്ങുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ ഒറ്റിക്കൊടുക്കുന്നവനാണോ? ഇനി അഥവാ എനിക്ക് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരേണ്ട സമയമാണ്. മാപ്പപേക്ഷിച്ച് പശ്ചാത്തപിച്ച് അവൻ്റെ സ്നേഹകാരുണ്യത്തിലേക്ക് തിരികെ നടക്കാനുള്ള അവസരമാണ്. അപ്പം ഞാൻ അതാകാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യൂദാസ് ആകാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അഥവാ തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പത്രോസിനെ പോലെ പശ്ചാത്തപിച്ച് അവൻ്റെ അടുക്കിലേക്ക് തിരികെ വരാനുള്ള ഒരു ക്ഷണം കൂടെയാണ് ഇന്നത്തെ ഈ ദിവസം. ഈ വചനം ധ്യാനിക്കുമ്പോൾ യേശുനാഥ നിന്നെ മറ്റൊന്നിനും വേണ്ടിയും ഒറ്റിക്കൊടുക്കാനുള്ള സാധ്യത എനിക്ക് നൽകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അതിന് നമ്മെ സഹായിക്കട്ടെ.